2031 കേരളത്തിൽ ഭരണത്തിലെത്താൻ വേണ്ടിയുള്ള പദ്ധതി പ്ലാൻ ചെയ്താണ് ഈ ഇലക്ഷനെ ഞങ്ങൾ നേരിടുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. STPI നിലമ്പൂർ ഇലക്ഷന് 2075 വോട്ട് മാത്രമാണ് പിടിച്ചത്. ഇതിനുശേഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കും ട്രോളിനും പാത്രമായി മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് STPIയുടെ സംസ്ഥാന സമിതി അംഗം ജോർജ് മുണ്ടക്കയം ഒരു പോസ്റ്റ് വോട്ടെണ്ണലിന്റെ തലേന്ന് രാത്രി ഇട്ടിരുന്നു. ഞങ്ങൾ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒരു 9500 വോട്ടുകൾ മറിച്ചിരിക്കുന്നുവെന്നും ഇത് സാധാരണഗതിയിൽ പ്രേക്ഷകര് അല്ലെങ്കിൽ പ്രവർത്തകര്, പാർട്ടി STPIയുടെ പ്രവർത്തകര്, സോഷ്യൽ മീഡിയ പ്രേക്ഷകരൊക്കെ വിചാരിച്ചിരുന്നത് അവരുടെ പാർട്ടി STPI ഏതാണ്ട് 10,000 തോട്ട് പിടിക്കുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ്. പക്ഷെ അത് അങ്ങനെയല്ല. ഈ 9500 വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചതാണെന്ന് കൈരളി ചാനൽ പറയുമ്പോഴാണ് നമ്മളെല്ലാവരും അതിനങ്ങനെ ഒരു അർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹം വോട്ട് മറിച്ചത് കൊണ്ട് STPIക്ക് 2000 വോട്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ STPIക്ക് 11,000-ഓളം വോട്ടുകൾ നിലമ്പൂരുണ്ട് എന്നാണ് കൈരളി ഔദ്യോഗികമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇനി ഇന്നലെ ഒരുപാട് സ്ഥലത്ത് ഓടിയ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് വെക്കാം. 2031 കേരളത്തിൽ ഭരണത്തിലെത്താൻ വേണ്ടിയുള്ള പദ്ധതി പ്ലാൻ ചെയ്താണ് ഈ ഇലക്ഷനെ ഞങ്ങൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വേറെ ഏതെങ്കിലും ഒരു മുന്നണി അധികാരത്തിൽ എത്താതിരിക്കാനോ ഞങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ ആ ലക്ഷ്യം നേടാൻ സാധിക്കും? 2031 കേരള നിയമസഭയിൽ STPI നിർണായക ഘടകമായിരിക്കും. STPIയുടെ MLA മാരുണ്ടായിരിക്കും. 2047 ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയായിരിക്കും STPI. ഈ വീഡിയോ ഇന്നലെ വന്നതൊന്നുമല്ല. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുൽ മജീദ് ഫൈസി STPIയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഞങ്ങൾ 2031 കേരളം ഭരിക്കും, 2047 ഇന്ത്യയുടെ ഭരണത്തിന്റെ ഭാഗമാകും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ 2075 വോട്ട് മാത്രം ഒരു മണ്ഡലത്തിൽ പിടിച്ച പാർട്ടി എങ്ങനെ ഭരണത്തിന്റെ ഭാഗമാകും എന്ന ചോദ്യമാണ്. ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എനിക്കറിയാം, എന്നെ കേൾക്കുന്നത് കൂടുതലും STPIയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക ആശയം ആ ഒരു തലത്തിൽ, അല്ലെങ്കിൽ ന്യൂനപക്ഷ ദളിത് മുന്നേറ്റം RSS വിരുദ്ധരാണ് ഭൂരിപക്ഷവും എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കത് കൃത്യമായ ബോധ്യമുണ്ട് എൻ്റെ പ്രേക്ഷകരാരാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ മുന്നേറിയാൽ എങ്ങനെ 2031 കേരളത്തിൽ ഭരണത്തിന്റെ ഭാഗമാകും, 2047 ഇന്ത്യയുടെ ഭരണത്തിന്റെ ഭാഗമാകും എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. നിലമ്പൂർ എന്താണ് സംഭവിച്ചത്? നിലമ്പൂര് STPIക്ക് ഒരു 10 വർഷം മുമ്പ് 4300-ഓളം വോട്ടുകൾ പിടിക്കാൻ സാധിച്ചു. 5 വർഷത്തിന് മുമ്പ് അത് കുറഞ്ഞ് 3000 ശിഷ്ടമാകുന്നു. വീണ്ടും ഒരു ബൈ ഇലക്ഷൻ വരുമ്പോൾ 2000 അടുക്കുന്നു. അപ്പോൾ വോട്ടുകൾ കുറഞ്ഞു വരികയാണ്. എന്താണ് സംഭവിക്കുന്നത് നിലമ്പൂരിൽ? അപ്പോൾ ആദ്യത്തെ തവണ അവർ ശക്തമായിട്ട് 4300 വോട്ട് പിടിച്ചു. അതിനുശേഷം 3000 ചില്ലറയിലേക്ക് ഒതുങ്ങുന്നു. ആ 3000 ചില്ലറയിലേക്ക് ഒതുങ്ങാൻ കാരണം അന്ന് അവരുടെ സ്ഥാനാർത്ഥി ബാബുമണി കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ അവിടുത്തെ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലാണ്. അദ്ദേഹം STPIയിലായിരുന്നു, ആദ്യം കോൺഗ്രസിലായിരുന്നു, പിന്നെ അദ്ദേഹം PDPയിൽ പോയി, പിന്നെ STPയിൽ വന്നു, പിന്നെ STPയിൽ കുറച്ച് നാൾ വിട്ടു നിന്നു. ഇലക്ഷനായി കഴിഞ്ഞ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് പാർലമെന്റിൽ STPI സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വോട്ട് പിടിച്ചിട്ടുള്ള ആളാണ്. സ്ഥിരമായിട്ട് STPIയുടെ കൃത്യമായിട്ടുള്ള വോട്ട് പിടിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷം വന്ന നിലമ്പൂർ ഇലക്ഷനും അദ്ദേഹം മത്സരിച്ചു. അതിനുശേഷം STPI വിട്ടു. STPI വിട്ട് INL പോയി. INL നിന്ന് അദ്ദേഹം PDPയിലേക്ക് പോയി. അന്ന് PDP ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. STPI പ്രവർത്തകൻ PDPയിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പോസ്റ്റൊക്കെ ഇറക്കി. അതിനുശേഷം അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു യൂണിയൻ നേതാവാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ വലിയൊരു യൂണിയൻ നേതാവാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം മത്സരിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വോട്ട് കുറഞ്ഞു. 1000 വോട്ടോളം STPIക്ക് കുറഞ്ഞു. അതിനുശേഷം ബൈ ഇലക്ഷനാണ് STPI പിന്നെ മത്സരിക്കുന്നത്. ബൈ ഇലക്ഷന്റെ സംഭവം അങ്ങനെയാണ്. അൻവർ എന്ന് പറയുന്ന MLA രാജിവെക്കുന്നു, ഇടതുപക്ഷത്തിനെതിരെ നിലപാടെടുക്കുന്നു. അതിനുശേഷം കോൺഗ്രസുമായിട്ട് ആശയ യുദ്ധത്തിലേക്ക് പോകുന്നു. ഈ സമയത്ത് കോൺഗ്രസ് STPI മാത്രമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. BJP മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. CPM-ന് സ്ഥാനാർത്ഥി ആയിട്ടില്ലായിരുന്നു. പക്ഷെ കോൺഗ്രസുമായിട്ട് ഉടക്കി പിരിഞ്ഞ് അൻവർ സ്ഥാനാർത്ഥിയാവുന്നു. RSSനും ഈ പിണറായിക്കും എതിരെ RSS ബന്ധമൊക്കെ തന്നെ പറയുന്നത്.
ഇതേ കാര്യം തന്നെയാണ് SDPI വർഷങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ SDPI കാട്ടി കുറച്ച് റീച്ച് അൻവറിന് ആ സമയത്ത് കിട്ടുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ സ്വാഭാവികമായിട്ടും SDPIക്ക് വരുന്ന വോട്ടുകൾ കുറച്ചുകൂടെ വിജയസാധ്യത ഉണ്ട് എന്ന് ആളുകൾ ധരിച്ച് അൻവറിലേക്ക് പോയി. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് SDPIക്ക് വോട്ട് കുറഞ്ഞത്. പിന്നെ കോൺഗ്രസിന് പോയിട്ടുണ്ടാവും, ഇടതുപക്ഷത്തിനും പോയിട്ടുണ്ടാവും SDPIക്ക് കിട്ടേണ്ട വോട്ടുകൾ. അതെങ്ങനെയാണ് ഈ പോകുന്നതെന്ന് കൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു ബൈ ഇലക്ഷൻ ആകുമ്പോൾ എല്ലാ വീട്ടിലും MLA മാരും മന്ത്രിമാരും കയറി ഇറങ്ങും. സ്വാഭാവികമായിട്ട് ഇവർ ജയിക്കും. ജയിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാകും എന്ന് തരത്തിൽ, അല്ലെങ്കിൽ നാടിന് നേട്ടം ഉണ്ടാകും എന്നൊക്കെ കരുതിയ ആളുകൾ ആ രീതിയിൽ വോട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് കൃത്യമായിട്ടുള്ള കേഡർ വോട്ടുകൾ മാത്രം SDPIക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ SDPIക്ക് നിലമ്പൂരിലോ വഴിക്കടവിലോ അങ്ങനത്തെ പഞ്ചായത്തുകളിലൊക്കെ എത്രത്തോളം പ്രവർത്തകരുണ്ട് അവിടുത്തെ ആളുകൾ ചിന്തിച്ചു നോക്ക്. എത്രത്തോളം ആളുകൾ അവിടെ ഉണ്ടാവും, അല്ലെ പഞ്ചായത്തിൽ എത്ര മെമ്പർമാരുണ്ടാവും. അപ്പൊ പഞ്ചായത്തിന്റെ ഭരണമുള്ളവർ, പ്രതിപക്ഷത്തിരിക്കുന്നവർ, മെമ്പർമാരുള്ളവർ, അവര് സ്വാധീനം ചെലുത്തുന്ന അത്രയും ഒരു അധികാര ശ്രേണിയിലും ഇല്ലാത്ത പാർട്ടിക്കാർ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പോ ഈ ഒരു അർത്ഥത്തിൽ മുന്നോട്ട് പോയാൽ കേരളം ഇന്ത്യയൊക്കെ ഭരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അത് അവിടുത്തെ പ്രവർത്തകർ ചിന്തിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല. ഇനി വേറൊരു വിശാലമായ അർത്ഥം കൂടിയുണ്ട്. SDPIക്ക് ആദ്യത്തെ MLA ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായിട്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പലരും പറഞ്ഞു മഞ്ചേശ്വരം മണ്ഡലത്തിലാണ് SDPIക്ക് ആദ്യത്തെ MLA ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച വന്നത്. മഞ്ചേശ്വരത്താണ് ഏറ്റവും കൂടുതൽ ബൂത്ത് കമ്മിറ്റികൾ SDPIക്ക് ഉള്ളതായിട്ട് പറയുന്നത്. മഞ്ചേശ്വരത്ത് BJP തോക്കാതിരിക്കാൻ സ്ഥിരമായിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുക്കുകയും ലീഗിനെ ജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് അവിടെ എടുക്കുന്നത്. ശരിക്കും ഈ മഞ്ചേശ്വരത്തിന്റെ അപ്പുറത്ത് മൈസൂര് SDPI നിയമസഭാ മണ്ഡലത്തിൽ, മൈസൂര് മാത്രമല്ല കർണാടകയിലെ പല നിയമസഭാ മണ്ഡലത്തിലും SDPI രണ്ടാമത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് SDPIക്ക് ഇവിടുത്തെ മത്സരം കൊണ്ടുവരാം. അത് BJP versus SDPI മത്സരമായിട്ട് കൊണ്ടുവന്ന് ഒന്നാമത് BJP ചിലപ്പോൾ ജയിച്ചേക്കാം, രണ്ടാമത് SDPI വന്നേക്കാം. അതല്ല കുറച്ചുകൂടി കരുത്തുണ്ടെങ്കിൽ SDPIക്ക് അവിടെ നിന്ന് ഒരു MLA ഉണ്ടായേക്കുന്ന രീതിയിലേക്ക് മഞ്ചേശ്വരത്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേമത്തും. അങ്ങനെ SDPIക്ക് കേരളത്തിൽ ശക്തമായിട്ട് വോട്ട് ബാങ്ക് ഉള്ള കുറെ മണ്ഡലങ്ങളുണ്ട്. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, ഒന്നും വേണ്ട, ഏതെങ്കിലും ഇപ്പോൾ വെൽഫെയർ പാർട്ടിയൊക്കെ UDFന്റെ ഭാഗമായ പോലെ SDPI ഒക്കെ ഏതെങ്കിലും ഒരു പാർട്ടി മുന്നണിയുടെ ഭാഗമായാൽ ആകുമോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ CPMന്റെ ഭാഗമാണെങ്കിൽ CPM ഇതുവരെ പറഞ്ഞ എല്ലാം തള്ളിക്കളഞ്ഞ് വെളുപ്പിച്ചിട്ട് ഇതുപോലെ വിശുദ്ധരായ ആളുകൾ മാത്രം ഇല്ല എന്ന രീതിയിലേക്ക് ആക്കി മുന്നണിയിൽ കൊണ്ടുവന്ന MLA മന്ത്രിസ്ഥാനമൊക്കെ കൊടുക്കും. കോൺഗ്രസിന്റെ ഭാഗമായ കോൺഗ്രസ് ഇതൊക്കെ തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയും അധികാരത്തിന്റെ ഭാഗത്തിലേക്ക് എത്താം. ഇപ്പൊ ഇന്ത്യയുടെ അധികാരത്തിന്റെ ഭാഗമാകുമ്പോൾ വലിയ പാടൊന്നുമില്ല. കാരണം തമിഴ്നാട്ടിൽ തന്നെ കഴിഞ്ഞ വട്ടം 2.5 ലക്ഷത്തോളം വോട്ട് പാർലമെന്റ് ഇലക്ഷന് പിടിച്ചിട്ടുണ്ട് SDPI. ആ രീതിയിലൊക്കെ വളർന്നു പോകാം. പക്ഷെ നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂരിന്റെ വോട്ടിന്റെ ചരിത്രത്തിൽ SDPIയുടെ വോട്ട് കുറഞ്ഞു. ഏതാണ്ട് 35% വോട്ട് കുറഞ്ഞതാണ് മീഡിയ വൺ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. മീഡിയ വണ്ണും മാധ്യമവും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതവിടെ ആളുകൾ പരിശോധിക്കും. എന്തായാലും അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അൻവർ മത്സരിച്ചുകൊണ്ട് മാത്രം കേട്ടോ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചേ. അതിന്റെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞ വീഡിയോ അവസാനിപ്പിക്കാം. കാരണം അൻവറിന് 10,000 വോട്ടാണ് ഫിക്സഡ് ആയിട്ടുള്ളത്. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള വിലയിരുത്തൽ വന്നത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയതാ. 10,000 വോട്ട് അൻവറിനുണ്ട്. 10,000 വോട്ട് അൻവറിന് എങ്ങനെ പറയാം? 10,000 അല്ല, ഒരു 20,000 നമുക്ക് കൂട്ടിയല്ലോ. 20,000 അടുത്താണ്. അതിന് 10,000 വോട്ട് കൂടെ ഇടതുപക്ഷ വിരുദ്ധ അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ഒന്നിച്ചതാണ്. മനസ്സിലാക്കുക. കോൺഗ്രസിൽ നിന്ന് എന്താ പറയാ ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ അൻവറിന് വന്നിട്ടുണ്ട്. ആ വോട്ടുകൾ ഇടതുപക്ഷത്തിന് പോയ, സ്വരാജിന് പോയ, ഇത് സ്വരാജ് ചിലപ്പോൾ അങ്ങ് ജയിച്ചു പോയേനെ, ഒന്ന് ആലോചിച്ച് പോയി, ചിലപ്പോൾ ജയിച്ചു പോയേനെ. അപ്പൊ ആ വോട്ടുകൾ പിടിക്കാൻ അൻവറിന് സാധിച്ചു. ഒരുപക്ഷെ അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ സ്വരാജ് ചിലപ്പോൾ ജയിക്കുന്ന ഒരു സാധ്യത അവിടെ ഉണ്ടായേനെ. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള കോൺഗ്രസിന് ചെയ്യാൻ അൻവറിന് ചെയ്തവരുണ്ടാവും. അതിനെക്കാട്ടിയും കൂടുതൽ ഈ ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ അൻവറിന് വന്നിട്ടുണ്ട്. അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ SDPIക്ക് വോട്ട് കൂടിയേനെ, സ്വാഭാവികമായിട്ട് SDPIക്ക് വോട്ട് കൂടിയേനെ. പിന്നെ BJP വലിയൊരു ഘടകം അല്ലാത്തതുകൊണ്ട് ഈ BJP കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. BJP ജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ രണ്ടാമത് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അൻവർ 5,000 വോട്ടിൽ താഴ്പോയേനെ ഉറപ്പായിട്ടും. BJP ഒരു ഫാക്ടർ അല്ലാത്തതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ 3 സൈഡിലേക്കും പോയിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചില്ല. അപ്പൊ അതിന്റെയൊക്കെ കൊണ്ടാണ് SDPIക്കൊക്കെ വോട്ട് കുറഞ്ഞതെന്നാണ് വിലയിരുത്തൽ വരുന്നത്. എന്തായാലും ഈ ഒരു അർത്ഥത്തിൽ ഇത് വെച്ചിട്ട് നിങ്ങൾ കേരളം ഇന്ത്യ ഭരിക്കുമെന്ന് അബ്ദുൽ മജീദ് വൈസി പറഞ്ഞ കാര്യമായിട്ട് ചർച്ച ചെയ്യാൻ നിൽക്കണ്ട.
അത് വേറൊരു ഡിബേറ്റബിൾ വിഷയമാണ്. അതിന്റെ രീതി വേറെയാണ്. ഒരു ബൈ ഇലക്ഷന്റെ വോട്ടിന്റെ എണ്ണം കൊണ്ട് മാത്രം ഇതാക്കരുത്. ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ ഏറനാടിൽ 2011 തോന്നുന്നു അൻവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അൻവറിന്റെ മണ്ഡലമാണ് ഏറനാട് മണ്ഡലം. അപ്പോൾ അൻവർ അവിടെ മത്സരിക്കുന്ന സമയത്ത് CPIക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. CPI സ്ഥാനാർത്ഥി വിളിച്ചത് 2600 വോട്ടാണ്. അൻവർ വിളിച്ചത് 40,000-ലാണ്. മറ്റേ UDFന്റെ സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് 10,000 വോട്ടിന് അങ്ങാണ്ട് 10,000-5,000 വോട്ടിന് വിജയിച്ചു. അപ്പോൾ CPIക്ക് അവിടെ കിട്ടിയ 2,000 വോട്ടാണെങ്കിൽ SDPIക്ക് ഇവിടെ കിട്ടിയ 2,000 വോട്ട് നമ്മൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കഥ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ LDFന് എത്ര വോട്ടുണ്ടെന്ന് കൂടി ചിന്തിച്ചു നോക്കുക. അൻവർ പിടിച്ചത് CPMന്റെ മൊത്തം വോട്ട് അൻവറാണ് പിടിച്ചത്. ആകെ CPIക്കുള്ള 2,000 വോട്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ അവസ്ഥയൊക്കെ മാറും, സിറ്റുവേഷനൊക്കെ മാറും. ഇന്നലെ VD സതീശൻ പറഞ്ഞ പോലെ, പണ്ട് ഒരുപാട് നേതാക്കന്മാർ പറഞ്ഞ പോലെ, രാഷ്ട്രീയത്തിൽ 1-1 2 അല്ല, 1-1 വലിയ ഒന്നാണ്.